പാകിസ്ഥാൻ പേടിച്ചു തുടങ്ങിയിരിക്കുന്നു, വിറച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ, ഞങ്ങൾ നിരപരാധികളാണ്, ഞങ്ങളെ വിട്ടേക്കണേ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഇരിക്കുന്നത്. മറ്റൊന്നുമല്ല, പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഇപ്പോൾ വിശദീകരണവുമായി, ഈ ഒരു ആക്രമണത്തിന്റെ വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. പറഞ്ഞിരിക്കുന്നത് തങ്ങൾക്ക് ഇതിലൊന്നും പങ്കില്ല, എല്ലാ ഭീകരതയും ഞങ്ങളും എതിർക്കുന്നു എന്നുള്ള തരത്തിലാണ് പാകിസ്ഥാൻ പ്രതിരോധ വകുപ്പ് മന്ത്രി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. പാകിസ്ഥാൻ ഒരു വിശദീകരണമാണ് ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നത്. കാരണം അവർക്ക് നന്നായിട്ട് അറിയാം ഇന്ത്യ തിരിച്ചടിക്കുക തന്നെ ചെയ്യുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ അതിനെ മുന്നേ എറിഞ്ഞുകൊണ്ട് തന്നെ, ഒരു പടി മുന്നേ എറിഞ്ഞുകൊണ്ട് തന്നെ ഇപ്പോൾ പാകിസ്ഥാൻ പ്രതികരിച്ചിരിക്കുന്നു. ഞങ്ങൾക്കിതിൽ യാതൊരു പങ്കുമില്ല, ഞങ്ങൾ ഇതിന് എതിരെയാണ്, അല്ലെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണേ എന്നുള്ള തരത്തിലാണ്. അവർക്ക് നന്നായിട്ട് അറിയാം. അറിഞ്ഞുകൊണ്ട് പിന്നെ എന്തിനാണ് ഇതൊക്കെ ചെയ്തതെന്ന് ചോദിച്ചാൽ അറിയില്ല. എന്തായാലും വരും മണിക്കൂറുകൾ നിർണായകമാണ്. വരും മണിക്കൂറുകൾ കൃത്യമായുള്ള കാര്യങ്ങൾ അന്വേഷണ ഏജൻസി കണ്ടെത്തുക തന്നെ ചെയ്യും. ഏതായാലും പാകിസ്ഥാൻ ഇപ്പോൾ ഇതുവരെ പ്രതികരിച്ചിരിക്കുന്ന, നിലവിൽ പറഞ്ഞിരിക്കുന്ന ഞങ്ങൾ ഇതിൻ്റെ ഭാഗമല്ല എന്നുള്ളതാണ്. അപ്പോഴും വീണ്ടും മുതിർക്കുന്ന ഒരു ചോദ്യമുണ്ട്. സൈഫുള്ള കസൂരിയാണ് ഇതിൻ്റെ പിന്നാമ്പുറത്ത്, ഇതിൻ്റെ സൂത്രധാരൻ എന്നുള്ള വിശദീകരണങ്ങളും ഈ സൂചനകളുമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാൻ ആർമിക്ക് ഇതിൽ പങ്ക് ഉണ്ട് എന്നതാണ്. സൈഫുള്ള കസൂരി എന്നുള്ളത് ഏകദേശം 3 ഇടങ്ങളിൽ, കഴിഞ്ഞ കുറച്ച് നാളുകളായി 3 ഇടങ്ങളിൽ ഇന്ത്യ വിരുദ്ധ പ്രസംഗങ്ങളും മാത്രമല്ല 2026 ഫെബ്രുവരിയിൽ ഇന്ത്യയെ തകർക്കും എന്നുള്ള പ്രസംഗങ്ങളാണ് ഈ സൈഫുള്ള കസൂരി പറഞ്ഞിട്ടുള്ളത് ഈ പ്രസംഗങ്ങളിൽ. അപ്പോൾ ഇത്തരത്തിൽ സൈഫുള്ള കസൂരിയിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ, സൈഫുള്ള കസൂരിയെ പറ്റി പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ അയാളുടെ പിന്നാമ്പുറ കഥകൾ വരുമ്പോൾ, ഇയാൾ പാകിസ്ഥാൻ ആർമിക്കും ISIക്കും ഒക്കെ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു കമാൻഡർ തന്നെയാണ് ഈ സൈഫുള്ള കസൂരി. മാത്രമല്ല ലഷ്കർ-ഇ തൊയ്ബയുമായി ഉള്ള ബന്ധവും ഇയാൾക്കുണ്ട്. ഇത്തരത്തിലുള്ള റിക്രൂട്ട്മെന്റ്, യുവാക്കളെ റിക്രൂട്ട് ചെയ്ത് ട്രെയിനിങ് നൽകി ഭീകരവാദ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന ഒരു കമാൻഡറാണ് ഇയാള്, ഈ കസൂരി. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ആർമിയിലേക്ക് നീങ്ങും ഈ ഒരു ചോദ്യം. അങ്ങനെയെങ്കിൽ പാകിസ്ഥാൻ ഇതിന് പങ്ക് കാണും, ഉറപ്പാണ്. ഏതായാലും പാകിസ്ഥാന് നന്നായിട്ട് അറിയാം ഇന്ത്യ ഇത് തിരിച്ചടിക്കും. കൃത്യമായ വിവരങ്ങൾ പാകിസ്ഥാനാണ് ഇതിൽ ഉണ്ട് എന്നുള്ളൊരു കൃത്യമായ വിവരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യ മുന്നും പിന്നും നോക്കാതെ തന്നെ കൂടാരത്തിൽ കയറി തന്നെ അടിക്കും എന്നുള്ള വിവരമാണ്. പാക് ഹൈക്കമ്മീഷനെ ഇപ്പോൾ വിളിച്ചു വരുത്തും എന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്ന വാർത്തകൾ. മാത്രമല്ല ഇതിന് മുന്നോടിയായിട്ട് തന്നെ പാകിസ്ഥാൻ ഇപ്പോൾ എല്ലാ മേഖലയിലും ഇപ്പോൾ നേരത്തെ ഈ ഒരു ഇന്ത്യ തിരിച്ചടിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പ് ഉള്ളത് കൊണ്ട് തന്നെയായിരിക്കും, അല്ലെങ്കിൽ ഇന്ത്യ തിരിച്ചടിക്കും എന്നുള്ള പേടി, അവർക്കുള്ള ഒരു ഭയം കാരണമായിരിക്കും എല്ലാ അതിർത്തികളിലും പാക് സൈനികരെ ഇപ്പോൾ നിയോഗിച്ചിരിക്കുകയാണ്. കുറച്ചുകൂടി ഊർജിതമായിട്ട് അവരും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. പക്ഷേ ഇതിനിടയിൽ തന്നെ ഇന്ത്യ പാക് അതിർത്തിയിൽ പൂഞ്ച് ജില്ലയിലെ മെന്താർ മേഖലയിൽ ഉള്ള നിയന്ത്രണ മേഖലയിൽ തന്നെ വെടിവയ്പ്, പാകിസ്ഥാൻ ഒരു പ്രകോപനമില്ലാതെ പാകിസ്ഥാൻ സൈനികർ തന്നെ വെടിവയ്പ് ഉതിർത്തു. അവിടെ മാത്രമല്ല ഉറി സെക്ടറിലും ഇത്തരത്തിലുള്ള വെടിവയ്പ് നടത്തിയിരുന്നു. പക്ഷെ ആളപായങ്ങളോ മറ്റൊന്നുമില്ല. പക്ഷേ അതിനുശേഷം പിന്നെ മണിക്കൂറുകൾക്ക് ശേഷമാണ് പാക് പ്രതിരോധം തീർത്തിരിക്കുന്നത്, സൈന്യങ്ങളെ അതിർത്തിയിലെല്ലാം നിരത്തിയിരിക്കുന്നത്. മാത്രമല്ല ഇന്ത്യൻ സൈന്യവും അതിനു വേണ്ടുന്ന തയ്യാറെടുപ്പുകൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള വാർത്തകളാണ് കിട്ടുന്നത്. വ്യോമസേന ഉൾപ്പെടെയുള്ളത് ഇന്ത്യക്ക് ഒരു പ്രതിരോധം തീർക്കത്തക്ക രീതിയിൽ കാശ്മീർ മുഴുവനും വലയം ചെയ്തിരിക്കുകയാണ്. നമ്മളുടെ അതിർത്തി പ്രദേശങ്ങളെല്ലാം വലയം ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ കൂടുതൽ ചർച്ചകളും കാര്യങ്ങളുമെല്ലാം നമ്മുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ, പ്രധാനപ്പെട്ട വ്യക്തികളെല്ലാം ചർച്ചകളും മറ്റുള്ള യോഗങ്ങളും ഒക്കെ വിളിച്ചു കൂട്ടിയിരിക്കുകയാണ്. മണിക്കൂറുകൾ കൊണ്ട് അവർ NIA ഏജൻസി ഇതിനു വേണ്ടുന്ന അന്വേഷണത്തിലേക്ക് തന്നെ ഊർജിതമാക്കിയിരിക്കുകയാണ്. അത് മാത്രമല്ല നമുക്കറിയാം ഇന്നലെ നടന്ന ആ ഒരു ഭീകരാക്രമണത്തിൽ സിവിലിയൻസിന്റെ നേരെയാണ്, അതായത് നിരായുധരായിട്ടുള്ള സൈനികരുടെ നേരെയല്ല, നിരായുധരായിട്ടുള്ള പാവം സിവിലിയൻസിന് നേരെയാണ് ഇവർ വെടിയുതിർത്തത്. അതും നീ ഹിന്ദുവാണോ നീ മുസ്ലിമാണോ എന്നുള്ള ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ്. ആണുങ്ങളാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ അവരുടെ ID കാർഡുകൾ ആദ്യം പരിശോധിച്ചതിന് ശേഷം ID കാർഡുകൾ ഇല്ലാത്തവരെ ഒരു പക്ഷേ പരിശോധനയിലൂടെ ആയിരിക്കാം നീ ഹിന്ദുവാണോ മുസ്ലിമാണോ എന്നുള്ള രീതിയിൽ ചോദ്യം വഹിച്ചിട്ട് വെടിയുതിർത്തത്. അതിൽ നമുക്കറിയാം കലിമ ചൊല്ലാൻ വരെ ഈ ഭീകരവാദികൾ
പറഞ്ഞിട്ടുണ്ട്, കൽപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല അതിൽ ഏറ്റവും വേദനാജനകമായ ഒരു ഒരു പടം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. അതിൽ ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി തൻ്റെ ഭർത്താവിൻ്റെ അരികിൽ നിസ്സഹായതയോടെ ഇരിക്കുന്ന, ആ ഭർത്താവ് മരിച്ചു കിടക്കുമ്പോൾ നിസ്സഹായതയോടെ അവളുടെ ജീവിതം തകർന്ന രീതിയിൽ ഇരിക്കുന്ന ഒരു രംഗമാണ് ഇന്നത്തെ എല്ലാ പത്രങ്ങളിലും, എല്ലാ മാധ്യമങ്ങളിലും, എല്ലാ സോഷ്യൽ മീഡിയയിലും ഒക്കെ എന്താ പറയുന്ന പ്രചരിക്കുന്നത്. അത്രയ്ക്ക് ആ ഒറ്റ പിക്ചർ മതി, ആ ഒറ്റ ഒരു പടം മതി നമ്മളുടെ ഇന്ത്യൻ ജനതയുടെ വികാരത്തെ ഉണർത്താൻ. അത്രയേറെ നമുക്ക് വേദന തോന്നുന്ന ഒരു ഒരു സംഭവം തന്നെയായിട്ട് മാറിയിരിക്കുകയാണ്. ഈ പെൺകുട്ടി വെറും 6 ദിവസം മാത്രമേ കല്യാണം കഴിച്ചിട്ടുള്ളൂ. കയ്യിലെ മൈലാഞ്ചി പോലും അതിൻ്റെ നിറം പോലും മങ്ങാതെ ആ മൈലാഞ്ചിയുടെ നിറത്തോടെ തന്നെ ഇരിക്കുന്ന ആ പെൺകുട്ടി സ്വന്തം ഭർത്താവിൻ്റെ അരികിൽ ഇരിക്കുമ്പോൾ ഏതൊരു ഇന്ത്യൻ ജനതയുടെ മനസ്സിൻ്റെ വികാരത്തെയാണ് അത്തരത്തിൽ വ്രണപ്പെടുത്തുന്ന തരത്തിലാണ് ഇന്നലെ ആ ഒരു ഭീകര ആക്രമണം, ഒരു നരഭോജികൾ വന്ന് അത്രയേറെ ഒരു ആക്രമണം അഴിച്ചുവിട്ടത്. എന്ത് തന്നെയായാലും TRF, ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടനയാണ് ഇത്തരത്തിൽ ചെയ്തതെന്ന് ഉള്ള രീതിയിൽ ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ TRF ലഷ്കർ-ഇ-തൊയ്ബയുടെ ഒരു നിഴൽ ഗ്രൂപ്പ് തന്നെയാണ്. അപ്പോൾ കാര്യങ്ങൾ ഏതിലേക്കാണെന്നുള്ളത് വ്യക്തമായിട്ട് തന്നെ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. 7 തീവ്രവാദികൾ അടങ്ങുന്ന ഒരു സംഘം 2 ബൈക്കുകളിലായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത 2 ബൈക്കുകളും കണ്ടെത്തിയിരിക്കുന്നു. 7 തീവ്രവാദികൾ, പലതും പട്ടാള വേഷത്തിലാണ് വന്നിരിക്കുന്നത്, പലത് സിവിലിയൻ വേഷത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വെടിവയ്പ്പിന് ശേഷം നമ്മുടെ ഇന്ത്യൻ സൈനികർ ഇവരുടെ ഈ ജീവൻ ലഭിച്ച ജനങ്ങളിലേക്ക്, അവിടെ ആ സിവിലിയൻസിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ അവരാദ്യം ഭയക്കുകയാണ്. കാരണം ഇത് ഏതാണ് തീവ്രവാദികൾ, ഏതാണ് ഇന്ത്യൻ സൈന്യം എന്ന് അവർക്ക് അറിയാത്ത രീതിയിൽ. അതിൽ എനിക്ക് തന്നെ വളരെ വേദന തോന്നിയ ഒരു വീഡിയോ ഞാൻ ഇന്ന് കാണാനിടയെ. ഒരു കൊച്ചു കുഞ്ഞു ഉൾപ്പെടെ അതിൻ്റെ അച്ഛനും അതിൻ്റെ അമ്മയും ചേർന്ന ആ ഒരു കുടുംബം, അതിലെ അമ്മ പറയുന്നു, എന്നെ കൊന്നോളൂ, എൻ്റെ ഭർത്താവിനെയും എൻ്റെ മകനെയും നിങ്ങൾ ദയവായി വിട്ടേക്കൂ. ഇന്ത്യൻ സൈനികരാണ്, പക്ഷെ അവർക്കത് മനസ്സിലാവുന്നില്ല ഇന്ത്യൻ സൈന്യനാണോ ഭീകരവാദി ആണോ എന്നുള്ളത്. അത്രയ്ക്ക് ഭയന്നുപോയി ആ ജനങ്ങൾ എന്നുള്ളതാണ് നമുക്കതിൽ നിന്നൊക്കെ മനസ്സിലാവുന്ന ആ ഒരു രംഗം. ഏതൊരു ഇന്ത്യൻ്റെയും, ഏതൊരു ഇന്ത്യയെ സ്നേഹിക്കുന്ന ഏതൊരു ഇന്ത്യൻ ജനതയുടെ മനസ്സിനെ നീറ്റുന്ന തരത്തിലാണ് ആ വീഡിയോ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നെ കൊല്ലൂ, ആ അമ്മ പറയുന്ന അവസ്ഥ, എന്നെ കൊന്നോളൂ, നിങ്ങൾ എൻ്റെ ഭർത്താവിനെയും എൻ്റെ മകനെയും വെറുതെ വിടൂ. അവർ കൈ കൊണ്ടൊക്കെ പിടിച്ചു. അല്ല, ഞങ്ങൾ ഇന്ത്യൻ സൈന്യമാണെന്ന് പറഞ്ഞിട്ടുമില്ല അവർ വിശ്വസിക്കുന്നു. പിന്നെ ഇതൊക്കെ കൈകൊണ്ട് പിടിച്ചിട്ട് പറഞ്ഞല്ല, ഞങ്ങൾ ഇന്ത്യൻ സൈന്യമാണ്, നിങ്ങൾ പേടിക്കണ്ട എന്ന് പറഞ്ഞ് പിന്നീട് അവരെ ആ ഒരു രീതിയിലൊക്കെ കൊണ്ടുവരുന്ന ആ രംഗങ്ങളൊക്കെ ഹൃദയഭേദകം തന്നെയാണ്. നമുക്കറിയാം, ഇതിനു മുമ്പേ ഭീകരാക്രമണം മറ്റുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ ഒരുപക്ഷെ അതുപോലെ തന്നെ അതിന് തന്നെ നിലനിൽക്കുന്ന തരത്തിലാണ് ഈ ഒരു ഭീകരാക്രമണം. ഒരിക്കൽ പുൽവാമയിലുണ്ടായത് സൈനിക ആക്രമണമാണെന്നെങ്കിൽ ഇത്തരത്തിൽ ഇന്ത്യൻ ജനതയിലേക്ക്, പ്രത്യേകിച്ച് ഹിന്ദു സമൂഹത്തിലേക്കാണ് ഈ ഭീകരവാദികൾ, നരഭോജികൾ തോക്ക് ചൂണ്ടിയിരിക്കുന്നത്. ഇത് എന്ത് തന്നെയായാലും നമുക്കറിയാം, ഇവര് ഒന്നുകിൽ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായി നല്ല രീതിയിൽ വിനോദസഞ്ചാര മേഖലയായിട്ട് ഇപ്പോൾ കാശ്മീർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 27 ലക്ഷം ജനങ്ങളാണ് ഇത്തവണ, 5 മടങ്ങ്, കഴിഞ്ഞ വർഷത്തിനെ അപേക്ഷിച്ച് 5 മടങ്ങ് ജനങ്ങളാണ് ഇത്തരത്തിൽ കാശ്മീരിൻ്റെ ആ ഒരു മനോഹാരിത കാണാൻ എത്തിയിരുന്നത്. ഒരു പക്ഷേ ഇതിൻ്റെ മേലുള്ള, അല്ലെങ്കിൽ അതിനെ തടയാനുള്ള നീക്കമായിരിക്കാം, അല്ലെങ്കിൽ ഹിന്ദു വിരുദ്ധത പറഞ്ഞുകൊണ്ട് ഈ ഇന്ത്യൻ ജനങ്ങളിലെ ഹിന്ദുക്കളെ മുസ്ലിങ്ങളെ തമ്മിലടുപ്പിക്കാനുള്ള ഒരു അറ്റാക്ക് ആയിരിക്കാം ഇത്. എന്ത് തന്നെയായാലും വരും മണിക്കൂറുകളിൽ ഇന്ത്യ ഏത് തരത്തിൽ തിരിച്ചടിക്കുമെന്നുള്ളത് കണ്ടറിയാം. നമുക്ക് മുന്നേ ഉള്ള കാലഘട്ടങ്ങളിൽ നമുക്കറിയാം, ഇന്ത്യൻ സൈന്യം വളരെ ചിന്തിച്ച് പ്രവർത്തിച്ച് അടിക്കേണ്ടുന്ന സ്ഥാനത്ത് കൃത്യമായി അവർ കൊടുക്കേണ്ടുന്നത് കൃത്യമായി കൊടുക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ എന്താണ് നമ്മുടെ ഇന്ത്യ എത്തരത്തിലാണ് പ്രതിരോധിക്കുന്നത് ഒന്നും തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. ഏതായാലും കൊടുക്കേണ്ടുന്ന മറുപടി നല്ല കൃത്യമായി തന്നെ കൊടുക്കും. നമ്മളോടൊപ്പം മറ്റു രാജ്യങ്ങളെല്ലാം ഒപ്പമുണ്ട്. അമേരിക്ക, റഷ്യ, സൗദി അറേബ്യ തുടങ്ങിയ എല്ലാ രാജ്യങ്ങളും ഇന്ത്യക്ക് പിന്നിൽ ശക്തമായിട്ട് തന്നെയുണ്ട്. നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടതോ വലതോ പ്രതിപക്ഷമോ ഒന്നുമില്ല, ഭിന്നഭേദമില്ലാതെ, ഒരു മതവും ഭിന്നഭേദമില്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് ഇതിനെ പ്രതിരോധിക്കുന്നത്.